ഈ അവധിക്കാലത്ത് പ്രോക്സിമയിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 10 പേരെയും മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 25 പേരെയും മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. കാളികാവ് വെന്തോടൻപടി മലയാളം തമ്പുരാൻ ക്ഷേത്ര ഉത്സവം ആറാട്ടുവേല സംഘടിപ്പിച്ചു. നിരവധി വെളിച്ചപ്പാടുകളുടെ അകമ്പടിയോടെയാണ് പീഠങ്ങൾ കുളിപ്പിക്കൽ ചടങ്ങ് നടന്നത്. 3 ദിവസങ്ങളിലായിട്ടാണ് നാടിന്റെ ഉത്സവമായി മാറിയ ക്ഷേത്രോത്സവം നടക്കുന്നത്. ഉത്സവം ചൊവ്വാഴ്ച കൊടിയിറങ്ങും. മലയാളം തമ്പുരാൻ ക്ഷേത്രം കണക്ക സമുദായത്തിന്റെ അധീനതയിലുള്ള മലബാറിലെ ഏറ്റവും വലുതും പുരാതനവുമായ ആരാധനാലയമാണ്. ദളിത് സമൂഹത്തിന്റെ ആരാധനാലയം എന്ന നിലയിൽ ക്ഷേത്രം പൂജാകർമ്മങ്ങൾ നാടിന്റെ ഉത്സവമായി മാറി. മലയാളം തമ്പുരാൻ ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി അനുഭവം പുലർത്തുന്ന പാണ പറയ കുടുംബങ്ങൾ കൂടി ഉത്സവത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നതാണ് ഉത്സവത്തിന്റെ പ്രധാന സവിശേഷത. നിരവധി വെളിച്ചപ്പാടുകളുടെ സാന്നിധ്യത്തിൽ ഏറ്റുചൊല്ലൽ ഉൾപ്പെടെയുള്ള പരിപാടി നടന്നു. കാനക്കുടകളുടെ പാരമ്പര്യാവകാശികളായ വെള്ളാമ്പ്രം പാണ കുടുംബാംഗങ്ങളും ഉത്സവത്തിന് നേതൃത്വം നൽകുന്ന പാണ്ടിക്കാട് മുത്തനും പരിവാരങ്ങളും മുടപ്പിലാശ്ശേരി ചെറളക്കാട്ട് മുത്തനും മഞ്ചേരി മുത്തനും പല ദേശങ്ങളിൽ നിന്നുള്ള ചെറുമുത്തന്മാരും പരിവാരങ്ങളും ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെയുമായി തന്നെ ഉത്സവത്തിനെത്തി. പ്രധാന ചടങ്ങായ മുത്തന്മാരുടെ പീഠങ്ങൾ ആചാരവിധി പ്രകാരം പുറത്തിറക്കിയുള്ള നീരാട്ട് മുത്തൻതണ്ട് കടവിൽ മേളപ്പെരുക്കത്തോടെ അരങ്ങേറി. നീരാട്ടിന് ശേഷം മുത്തനെ സന്ധ്യയോടെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിച്ചു. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിലെത്തിയ പാണ്ടിക്കാട് മുത്തന്മാരുടെ മടക്കത്തോടെയാണ് 3 ദിവസത്തെ മഹോത്സവം കൊടിയിറങ്ങുക. തിങ്കളാഴ്ച രാത്രി കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി. വെന്തോടൻപടി റെഡ് ആർമി പ്രവർത്തകർ ദാഹജലവും വിതരണം ചെയ്തു. സ്ഥാനത്തപ്പൻ ഏളായി ചൂളമണി, ഭാരവാഹികളായ ഏളായി ചാത്തുക്കുട്ടി, ഏളായി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്.